ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് യുവരാജുമായി ബന്ധപ്പെട്ടതാണ്. യുവരാജ് വീണ്ടും IPLിലേക്ക് വരാൻ പോവുകയാണ്. അടുത്ത IPL 2025 യുവരാജ് വരാൻ പോകുന്നത്. ഡൽഹി ടീമിലേക്കാണ് യുവരാജ് വരുന്നത്. ഇപ്രാവശ്യം കളിക്കാരനായിട്ടല്ല, മറിച്ച് ഡൽഹിയുടെ കോച്ചായിട്ടാണ് യുവരാജ് വരുന്നത്. ഡൽഹി പോണ്ടിങ്ങിനെ ഒഴിവാക്കി പകരം ആ സ്ഥാനത്തേക്ക് യുവരാജിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഡൽഹി ടീം മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. കഴിഞ്ഞ വർഷം മോശം കളിയാണ് ഡൽഹി ടീം കാഴ്ചവെച്ചത്. യുവരാജ് വരുമ്പോൾ ഡൽഹി ടീമിൽ വലിയ മാറ്റങ്ങൾ വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഡുപ്ലസി രാജിവെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പുതിയൊരു ക്യാപ്റ്റനെ RCB ടീമിന് ആവശ്യമാണ്. ഇപ്പോഴിതാ RCB ടീം പാണ്ഡ്യയെ സമീപിച്ചിരിക്കുകയാണ്. പാണ്ഡ്യയ്ക്ക് മുംബൈ ടീമിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് കോലുകളാണ് പാണ്ഡ്യ ഏറ്റുവാങ്ങിയത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തത് രോഹിത് ശർമ്മയാണ്. അതുകൊണ്ട് പാണ്ഡ്യ ഇപ്പോൾ മുംബൈ ടീമിൽ നിന്ന് പോരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുംബൈ പാണ്ഡ്യയെ റിലീസ് ചെയ്യുകയാണ്. പാണ്ഡ്യ RCB ടീമിലേക്ക് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പാണ്ഡ്യ മാത്രമല്ല, KL രാഹുലും. പാണ്ഡ്യ ആയിരിക്കും ചിലപ്പോൾ RCBയുടെ അടുത്ത ക്യാപ്റ്റൻ. പാണ്ഡ്യയും കോഹ്ലിയും ഒന്നിക്കാൻ പോവുകയാണ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. CSK ടീമിലേക്ക് 2 വലിയ താരങ്ങളാണ് വരാൻ പോകുന്നത്. ധോണി വിരമിക്കാൻ പോവുകയാണ്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ധോണി കളിച്ചേക്കില്ല. 50% മാത്രമേ ധോണി കളിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ധോണിക്ക് പകരക്കാരനെയും ഒരു മികച്ച ക്യാപ്റ്റനെയുമാണ് CSK നോക്കുന്നത്. രോഹിത് ഓൾറെഡി മുംബൈ ടീമിൽ നിന്ന് പോവാനൊരുങ്ങുകയാണ്. ഇത് മനസ്സിലാക്കി CSK രോഹിത് ശർമ്മയെ ചെന്നൈയിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ ധോണിക്ക് പകരക്കാരനായിട്ട് കീപ്പറായിട്ട് നോക്കുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജുവും രോഹിത് ശർമ്മയും CSK ടീമിലെത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മികച്ചൊരു ടീം CSK ആയിരിക്കും. അവർക്ക് തന്നെയായിരിക്കും ഫാൻസ് കൂടുന്നത്. കാരണം മുംബൈ ടീമിൽ നിന്ന് രോഹിത് ശർമ്മ പോയാൽ രോഹിത്തിൻ്റെ എല്ലാ ഫാൻസും CSKയിലെത്തും. അതുപോലെ തന്നെ സഞ്ജു പോയാൽ സഞ്ജുവിനാണ് രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ്. അതുകൊണ്ട് CSK ടീം ശക്തി പ്രാപിക്കും. അപ്പോൾ അടുത്ത IPLിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.